ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അഡിക്ഷനെ കുറിച്ച് പല വെർഷൻസ് ഉണ്ട്. ഇപ്പം മദ്യപാനം ആണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിൽ വരുന്നത്. പക്ഷേ അല്ലാത്ത അഡിക്ഷൻസും ഉണ്ട്. ഇന്റർനെറ്റ് അഡിക്ഷൻസ് ഉണ്ട്, മീഡിയ ഇൻഫ്ലുവൻസ് വരെ കോൺസെൻട്രേറ്റിംഗ് ഓൺ ഡ്രിങ്കിങ് ഹാബിറ്റ്സ്. അതിനെക്കുറിച്ച് സൂസൻ വളരെ ലഘുവായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഞാൻ പറയട്ടെ, 39-ാമത്തെ 9-ാം വാക്യത്തിൽ പറയുന്നു, how then I could do such an immoral thing and sin against God. ദൈവത്തിനെതിരെ എനിക്ക് എങ്ങനെ പാപം ചെയ്യാൻ സാധിക്കും എന്നാണ് യോസേഫ് പൊട്ടിപ്പേരുടെ ഭാര്യയോട് ചോദിക്കുന്നത്. ആ ഒരു ബോധ്യം വരുമ്പോൾ ഈ പ്രശ്നം അവസാനിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അഡിക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള അഡിക്ഷൻ ഉണ്ട്. ഞാൻ പറയുകയില്ല മദ്യപാനം മാത്രമാണ് അഡിക്ഷൻ. പ്രാർത്ഥന പോലും ചില സമയത്ത് ഒരു അഡിക്ഷനായി മാറാറുണ്ട്. എനിക്കറിയാം, ഒരു ഫാമിലിയിലെ പല വളരെയധികം സുഹൃത്തുക്കളുണ്ട്, പലരുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കാറുണ്ട്. ഇവിടെ പറയുകയുണ്ടായി, നമ്മുടെ ജീവിതത്തിൽ സെക്ഷൽ റിലേഷൻഷിപ്പും ഒരു ഭാര്യ-ഭർത്തൃ ജീവിതത്തിൽ ആവശ്യമാണ്. 7 ദിവസവും എനിക്ക് നൊയമ്പാണ്, അല്ലെങ്കിൽ 7 ദിവസം ഞാൻ പ്രാർത്ഥനയിലാണ്, അല്ലെങ്കിൽ ഉപവാസത്തിലാണെന്ന് പറയുമ്പോൾ അതും ഒരു അഡിക്ഷനാണ്. ആ അഡിക്ഷൻ വരുമ്പോൾ ആ ഓപ്പോസിറ്റുള്ള പങ്കാളികളുടെ ആവശ്യം സാധിച്ചു കൊടുക്കാൻ പ്രാർത്ഥനയിൽ അഡിക്ഷനിലായിരിക്കുന്ന വ്യക്തിക്ക് ജീവിത പങ്കാളിക്ക് സാധിക്കുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയ, അതൊരു അഡിക്ഷനാണ്. നമുക്കെന്നറിയാം, പല കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡാണ്. ഞാൻ മനോരമയിൽ ഒരു ചെറിയ ലേഖനം ഒരു ചെറിയ കുറിപ്പ് വായിക്കുകയുണ്ടായി. ഭർത്താവ് അവിടെ ആയിരിക്കുമ്പോൾ ഭാര്യ എഴുതിയിരുന്നു, എന്റെ പശുക്കളെല്ലാം വളർന്നു, പശുക്കളൊക്കെ പാല് തരാൻ തുടങ്ങി, അതിൽ നിന്ന് ഞാൻ ഒത്തിരി നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഭർത്താവ് ഭയങ്കര സന്തോഷമായി. നാട്ടിലെത്തി വന്ന ഉടനെ, എവിടെ എന്റെ പശുക്കൾ, അമ്മ ഞാൻ എന്റെ പശുക്കളെ കാട്ടിത്തരാം. എവിടെയാ? ബെഡ്റൂമിലേക്കാണ് പശുക്കളെ കാണിക്കാൻ വേണ്ടി ഭാര്യ കൊണ്ടുകൊണ്ട് പോയത്. അവിടെ ഫേസ്ബുക്കിൽ ഏതോ ഒരു ഗെയിം കളിക്കുന്നതാണ്. അതാണ് ഭർത്താവ് ഓടി വന്നതാണ് ഗൾഫിൽ നിന്ന് ഭാര്യയെ കാണാൻ നാട്ടില് പശുക്കളെ കാണിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് ബെഡ്റൂമിൽ. അപ്പൊ ഇങ്ങനെയാണ് അഡിക്ഷനാണ്. പിന്നെ മദ്യപാനം, ഇങ്ങനെ പല അഡിക്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും. നമ്മളെ കരുതുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ടൈം ആവശ്യമുള്ളവർ അവിടെ നഷ്ടപ്പെടുകയാണ്. പിന്നെ പലതരം പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഞാൻ അനുഭവമായിട്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തരും. അത് മാത്രമല്ല, ഈ പല ഇതിലും നമുക്ക് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തോടൊക്കെ അഡിക്ഷനാണ്. നമ്മൾ സ്ത്രീകൾ സ്വന്തം വീട് വിട്ടു വന്ന് ഭർത്തൃ വീട്ടിലേക്ക് വരുമ്പോഴും നമ്മുടെ ആഗ്രഹം നമ്മുടെ അപ്പനും അമ്മയാണ്. ഈ അപ്പനെയും അമ്മയെയും, ഭർത്താവിന്റെ അപ്പനെയും അമ്മയെയും രണ്ടുപേരെ ഒന്നിച്ചു കാണാൻ സാധിക്കുമ്പോൾ പ്രശ്നങ്ങളില്ലാതെയാകുന്നു. അവിടെയും ഒരു അഡിക്ഷൻ പാടില്ല. അതായത് എന്റെ അമ്മ, എന്റെ അപ്പൻ, ഭർത്താവിന്റെ അപ്പൻ, ഭർത്താവിന്റെ അമ്മ എന്നുള്ള അഡിക്ഷനും ഉണ്ടാകാൻ പാടില്ല. ഒരു ചെറിയ സംഭവം പറയുകയാണെങ്കിൽ, ഭാര്യ പറയുന്നു, ഭർത്താവ് വന്ന് വീട്ടിൽ വന്ന് പറയുന്നു, ഇന്ന് അമ്മ വരുന്നുണ്ട്, ഞായറാഴ്ച അമ്മ വരുന്നു. അമ്മ വരുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? ഭർത്താവിന്റെ അമ്മയാണ് വരുന്നത്. അപ്പൊ പറയും, ഓ ഇന്ന് ഞായറാഴ്ചയാണ്, ഞാനൊന്നും ഉറങ്ങാൻ ആഗ്രഹിച്ചത് ഇതൊന്നും നടന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നു. സ്വന്തം അമ്മയാണെന്ന് പറയുമ്പോൾ അവിടെ അനുഭവമാണ്. ഒന്നിനോടും അമിതമായ ആഗ്രഹം പാടില്ല, അഡിക്ഷൻ പാടില്ല. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആഗ്രഹം ദൈവത്തിലായിരിക്കണം. ഇന്നത്തെ ഭൂത്തോമോയുടെ അച്ഛൻ പറയുകയുണ്ടായി, ധാർമ്മികതയുള്ളോ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു നാളും പാഴായി പോകാറില്ല. ആ ധാർമ്മികത നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാറില്ല. 5 അപ്പവും 2 മീനും ദൈവത്തിന്റെ കയ്യിൽ പൂർണ്ണമായി സമർപ്പിച്ചപ്പോഴാണ് അത് 5000-ആയി 5 അപ്പവും 2 മീനും കൊടുക്കുവാൻ നമുക്ക് വേഗം സാധിക്കണം. പൂർണ്ണ മനസ്സോടെ ദൈവത്തിലേക്ക് സമർപ്പിക്കണം കഴിയുമ്പോൾ ക്രിസ്ത്യമായ ഒരു ജീവിതം ഉണ്ടാകും. സൂസൻ പറയാൻ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ചിലപ്പോൾ വിഷയങ്ങളിൽ പലർക്കും എതിരഭിപ്രായം ഉണ്ടാകാം. പ്രാർത്ഥന ഒരു അഡിക്ഷൻ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് അല്ല, മറിച്ച് ദി ഡ്രിങ്കിങ് ഹാബിറ്റ്സ് വളരെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു തരണം. ഒരു
സൂസനോടെ വാടി അവതരിപ്പിച്ച ആവശ്യത്തോട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യമാണ് വേണ്ടിയാൽ ഒന്ന് ജീവിതത്തിൽ ഇല്ലാത്ത എന്തോ ഒന്നും ആടിയപ്പോഴാണ് ഒരു അഡിക്ഷനായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. എനിക്ക് ഇവിടെ ചെറിയൊരു സംഭവം പറയാനുള്ളത്. കാരണം എൻ്റെ ഒരു സുഹൃത്ത് കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം മെഡിക്കൽ സ്റ്റുഡൻറ്റ്, നന്നായി പഠിക്കുന്ന ഒരു കുട്ടി. അദ്ദേഹം പഠനത്തിനിടയിൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇല്ലാതായ ഒരു പ്രവണത തുടങ്ങുകയാണ്. ആ പ്രവണത തുടങ്ങി അവിടെ നിന്ന് പ്രാക്ടീസായി പിന്നീട് അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് വളരെ നന്നായി ബുദ്ധിമുട്ടി. പക്ഷെ ഇന്ന് അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. കേരളത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു, വളരെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഉന്നതനായ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തില് ആദ്യം മദ്യപാനം തുടങ്ങി. മദ്യപാനത്തിൽ എന്തോ ഒരു സുഖം കിട്ടി. ആ സുഖത്തിന് പിന്നീട് അദ്ദേഹം ഡ്രഗിലേക്ക് മാറി. ആ ഡ്രഗിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയതിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാരും അദ്ദേഹത്തിന്റെ ഉപദേശിക്കാൻ പറ്റുന്ന ഗുരുക്കന്മാരും പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തെ തിരിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടേതായ എഫേർട്ട് എടുത്ത് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ത്വര നമ്മുടെ ആസ് എ ക്രിസ്ത്യൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള മദ്യപാനം അല്ലെങ്കിൽ ഏതെങ്കിലും അഡിക്ഷനാണ് എടുത്ത് വഴിപ്പെടുത്തുന്നെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്.